ഹലോ, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറംകാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന രാഗി ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ രാഗി ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ആദ്യം 1/4 കപ്പ് രാഗി, മുഴുവനോടെ ഉള്ള രാഗി ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 5-6 മണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റി വെക്കാം. രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഈ രാഗിയും അരിയും കൂടി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം. ഇനി അരക്കാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. സാധാരണ നമ്മൾ ഓട്ടടക്കൊക്കെ അരക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ചൊരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചിരിവേ തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പെങ്കിലും തേങ്ങ ഈ സമയത്ത് ചേർക്കണം. നമുക്ക് 1 കപ്പ് വരെയൊക്കെ ചേർക്കാം, അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. ഓട്ടടയുടെ മാവ് പൊതുവേ കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു 1-2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മൊത്തം ഈ മാവിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പിനടുത്ത് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായി പോവരുത്. ഈ ഒരു പാകത്തിന് വേണം വെള്ളം ഒഴിക്കാൻ. ഇനി ഓട്ടടച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ബബിൾസ് ഇതുപോലെ വന്നാൽ നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ മാവ് ഒഴിക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. വീണ്ടും ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുകളിൽ കുറച്ച് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയാൽ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഓട്ടടയാണ്. നമുക്ക് സാധാരണ നമ്മൾ ഓട്ടടയുടെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു അളവിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈസിലുള്ള ഒരു 8 ഓട്ടടയൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് അരിയും രാഗിയൊക്കെ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ല ചൂടോട് കൂട്ടിയിട്ട് പഞ്ചസാര ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് മീൻ കറി കൂട്ടിയിട്ടോ ബീഫ് കറി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. രാഗിയാണെന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഇല്ല എന്നൊന്നും കരുതണ്ട, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.